ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്നേഹമുള്ളവരെ, മനുഷ്യർ സദാ സംബോധന ചെയ്യപ്പെടുന്ന ഒരു നാമം അല്ലെങ്കിൽ ഒരു വാക്കാണ് സ്നേഹമുള്ളവരെ. അതിന് വലിയ അർത്ഥവ്യാപ്തിയുണ്ട്. എല്ലാ മനുഷ്യരും ജീവിതത്തിൻ്റെ പര്യവസാനം വരെയും മറ്റുള്ളവരിൽ നിന്ന് ആഗ്രഹിക്കുന്ന അതിമഹത്തായ ഒരു കർമ്മമാണ് സ്നേഹം. മറിച്ച് ഒരാൾ മറ്റൊരാളിൽ നിന്ന് സ്നേഹം പ്രതീക്ഷിക്കുന്നതൊരു വികാരം എന്ന നിലയിലല്ല. ചില പ്രായഘട്ടങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ കൗമാരമോ യുവത്വത്തിലോ ഒക്കെ സ്നേഹത്തെ വികാരമായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നത് കാണാം. ഇന്ന് ലോകത്ത് പ്രായാധിക്യത്തിലെത്തിയവർ പോലും സ്നേഹത്തെ വികാരമായിട്ട് കാണുക മാത്രമല്ല, പ്രവർത്തിക്കുവാൻ ധൈര്യപ്പെടുന്നതും നാം കാണുന്നത് നമ്മെ അതിശയിപ്പിക്കുകയാണ്. അപ്പോൾ ജനനം മുതൽ മരണം വരെയും ജനിച്ച ഒരു ശിശു പൂർണ്ണമായ ദുർബലതയിലാണ്. ആ കുട്ടിയെ നോക്കുകയും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന മുതിർന്ന മുഴുവൻ ആബാലവൃദ്ധം ആളുകളിൽ നിന്നും ആ കുഞ്ഞ് സ്നേഹം ആവശ്യപ്പെടുന്നു. അത് മാതാപിതാക്കൾ നൽകുമ്പോൾ മാതാപിതാക്കളോട് അടുപ്പമാകും, അയൽവാസികൾ നൽകുമ്പോൾ അയൽവാസികളോട് അടുപ്പമാകും, സുഹൃത്തുക്കൾ നൽകുമ്പോൾ സുഹൃത്തുക്കളോട് അടുപ്പമാകും, ബഹുജനങ്ങൾ നൽകുമ്പോൾ അവരോടടുപ്പമാകും. ഇന്ന് നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ ശൂന്യത അല്ലെങ്കിൽ നമുക്ക് പറ്റിയ തീരാ നഷ്ടം എന്ന് പറയുന്നത് ഈ അടുപ്പം കുറഞ്ഞപ്പോൾ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടത് സ്നേഹമാണ്. സ്നേഹം കുറയുവാനുണ്ടായ അടിസ്ഥാന കാരണം അടുപ്പം അകലം നമ്മൾ വളരെ ഗൗരവമായി കണ്ടു എന്നത്രേ. എങ്ങനെ നമുക്ക് പരസ്പരം അകലാൻ കഴിയും, അകൽച്ചകൾക്ക് കാരണം കണ്ടെത്താൻ കഴിയും, എങ്ങനെ ഒരിക്കലും അടുക്കാത്ത വിധത്തിൽ അകലാൻ കഴിയും എന്നിങ്ങനെയൊക്കെ ചിന്തിക്കുന്നിടത്തേക്ക് കുടുംബങ്ങളും നാടും ജനങ്ങളും വീട്ടുകാരുമെല്ലാം ശ്രദ്ധിച്ചപ്പോൾ നാം ഒറ്റപ്പെടുകയാണ് ഉണ്ടായത്. ഇപ്പോൾ സൂചിപ്പിച്ചത് ജനനം മുതൽ മരണം വരെയും ഏത് പ്രായത്തിലും മനുഷ്യൻ ആഗ്രഹിക്കുന്നത് സ്നേഹം ലഭിക്കണമെന്നാണ്. പ്രായാധിക്യത്തിലെത്തുന്ന ആളുകൾക്ക് രണ്ട് കാര്യങ്ങളുണ്ട്. സ്നേഹം എന്നത് പരിരക്ഷയാണ്, പരിഗണനയാണ്. അപ്പോൾ പരിഗണനയും പരിരക്ഷയും പ്രായാധിക്യത്തിലെത്തിയ മാതാപിതാക്കളടക്കം, കാർന്നവന്മാരടക്കം, ബന്ധുജനങ്ങളടക്കം എല്ലാ ദുർബലരായ ആളുകളും പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും സമൂഹ മനസ്സിൻ്റെ സ്നേഹമാണ്. അതുകൊണ്ട് ഇസ്ലാം ഈ മാസം ഇതൊരു സ്നേഹം കൈമാറുന്ന മാസമായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. സ്നേഹം വീണ്ടെടുക്കുന്ന മാസവുമാണ് റമദാൻ, സ്നേഹം കൈമാറുകയും ചെയ്യുന്ന മാസവും റമദാനാണ്. അപ്പോൾ സ്നേഹത്തിൻ്റെ ഒരു മാസമായിട്ട് നമുക്ക് റമദാനിനെ കാണാം. ആർക്കും ആരോടും വൈരാഗ്യമില്ല, ആർക്കും ആരോടും വെറുപ്പില്ല, ആർക്കും ആരോടും ശത്രുതയില്ല. എല്ലാവരും എല്ലാവരെയും ആവശ്യമുള്ളവരായും എല്ലാവരും വേണമെന്ന ബോധം തെളിഞ്ഞവരായിട്ടും ജീവിക്കുന്നു. അപ്പോൾ മുഴുവൻ ആളുകളും സ്നേഹം ഇഷ്ടപ്പെടുന്നു, സ്നേഹത്തിന് വേണ്ടി ജീവിക്കുന്നു, സ്നേഹം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, സ്നേഹം നൽകിക്കൊണ്ടിരിക്കുന്നു. മൂന്നാമത് ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അങ്ങോട്ട് നൽകിയാൽ മാത്രം തിരിച്ചു കിട്ടുന്ന ഒരേ ഒരു കാര്യം സ്നേഹമാണ്. അപ്പോൾ സ്നേഹം എന്നത് വികാരമല്ലാത്തതുകൊണ്ട് അത് വിചാരവും പെരുമാറ്റവും കരുതലും ബഹുമാനവും സംരക്ഷണവും അംഗീകാരവും തൃപ്തിയും ഇതെല്ലാം ഉൾച്ചേരുന്നതാണ് സ്നേഹം. ആ സ്നേഹം അതാത് ജീവിതത്തിൻ്റെ മേഖലകളിലും സന്ദർഭങ്ങളിലും വേണ്ടതുപോലെ നാം ഉപയോഗപ്പെടുത്തുവാൻ വിധിക്കപ്പെട്ടവരാണ് മുസ്ലിമുകൾ പ്രത്യേകിച്ച്. പക്ഷേ നമ്മുടെ ആരാധനാലയങ്ങൾ പോലും സ്നേഹത്തിന് പകരം കോപവും, അടുപ്പത്തിന് പകരം അകൽച്ചയും, വിട്ടുവീഴ്ചയ്ക്ക് പകരം വിദ്വേഷങ്ങളും, മാപ്പ് ചെയ്യുന്നതിന് പകരം ഗൗരവമായ തരത്തിലുള്ള ശിക്ഷാ നടപടികൾ എടുക്കലും, അങ്ങനെ തുടങ്ങി കേസുകളും അക്രമങ്ങളും അനീതികളും എല്ലാം ഈ മാസവും നടക്കുന്നു എന്നത് നമ്മുടെ മനസ്സുകളെ വേദനിപ്പിക്കേണ്ടതുണ്ട്. അപ്പം മുഴുവൻ മനുഷ്യരും, അതിലെ ജാതി മത ഭേദമന്യേ മുഴുവൻ മനുഷ്യ മക്കളും മനുഷ്യ ശിശുക്കളും മനുഷ്യരായ വൃദ്ധരും എല്ലാവരിൽ നിന്നും സ്നേഹം ആഗ്രഹിക്കുന്നു. വേണ്ടുവോളം സ്നേഹം നൽകുക. എന്തുകൊണ്ടെന്നാൽ അള്ളാഹു അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യം അല്ലെങ്കിൽ അവൻ്റെ നാമം അവൻ സ്നേഹമാകുന്നു എന്ന് ലോകത്തെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ആ പരിചയം നാം ഏറ്റെടുക്കുക, ഏറ്റുവാങ്ങുക, മനുഷ്യർക്ക് നാം പങ്കുവയ്ക്കുക.